കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ചയാണ് വീണ്ടും വരുന്നത്. പക്ഷേ കുറേ അധികം വ്യത്യാസത്തോടെയാണ് ഇനി ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുക. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ശരിയാം വിധത്തിൽ മനസ്സിലാവണമെങ്കിൽ മുമ്പത്തെ പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ക്ലാസ്സുകൾ 100% നിങ്ങൾക്ക് ഓർമ്മ വേണം. എങ്കിലാണ് സ്മൂത്തായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം നല്ല രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോകൾ വേണമെങ്കിൽ അത് വീണ്ടും കാണുക. അതിൻ്റെ PDF നോക്കിയിട്ട് പഠിച്ചാൽ മതിയെങ്കിൽ അത് വീണ്ടും നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ വ്യത്യസ്തങ്ങളായ അടുത്ത ചോദ്യങ്ങളിലേക്ക്. ഇപ്പം നമ്മൾ കണ്ട ചോദ്യങ്ങളിൽ ഒന്ന് കൂടുന്നതായിട്ടുള്ളത് കണ്ടു, കുറയുന്നതായിട്ടുള്ളത് കണ്ടു. പക്ഷെ ആ കൂടുന്നതായാലും കുറയുന്നതായാലും ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡബിളായി, ട്രിപ്പിളായി, ക്വാഡ്രപ്പിളായി ഈ രീതിയിലാണ് കൂടുന്ന ക്വസ്റ്റ്യൻസ് വന്നത്. അതേപോലെ തന്നെ കുറയുകയാണെങ്കിൽ 1/2 ആയി, 1/3 ആയി, 1/4 ആയി, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. എന്നാൽ ഇനി വരുന്ന കൂടുന്നതും കുറയുന്നതും ചോദ്യം ചോദിക്കുന്നതിൻ്റെ രീതി വ്യത്യാസമുണ്ട്. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 100%. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, 100% കൂടി എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ബൈ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥം? ഇപ്പോഴുള്ള വെലോസിറ്റിയിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ 100% കൂടെ കൂടിയെന്ന്, ഉള്ളതിൽ നിന്ന് ഇനിയും കുറച്ചും കൂടെ കൂടിയെന്ന അർത്ഥം. രണ്ട് രീതിയിൽ വരാം. ആ ബൈ എന്നുള്ളതിന് പകരം 2 എന്നാണ് എങ്കിൽ ഉത്തരം മാറും. ബൈ എന്നുള്ളതിന് പകരം 2 ആണെങ്കിൽ നമുക്ക് ആൻസർ മാറും. ഇവിടെ എന്താണ് ബൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇനീഷ്യൽ വാല്യൂ നമുക്ക് വെലോസിറ്റി v ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വെലോസിറ്റി എന്നുള്ളതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും നോക്കണം, v ഇനീഷ്യൽ ഈക്വൽ ടു v എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ v ഫൈനൽ കാണുമ്പോ ഇപ്പൊ എത്രയാ ഉള്ളത്? v. ആ വിയിലോട്ട് ഇനിയും 100% കൂടണമെന്ന്. 100% കൂടാന്ന് പറഞ്ഞാൽ 100/100 ഇൻറ്റു v, അത്രയും കൂടും. ആദ്യമുള്ള വിയുടെ 100% കൂടി എന്ന് പറഞ്ഞാൽ 100/100 ഇൻറ്റു v കൂടി. 70% കൂടി എന്ന് പറഞ്ഞാൽ 70/100 ഇൻറ്റു ആദ്യത്തെ വാല്യൂ ഇനിയും കൂടും. 60% കൂടി എന്ന് പറഞ്ഞാൽ 60/100 ഇൻറ്റു v കൂടും. അങ്ങനെ എഴുതുക. 30% കൂടി, അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? 30/100 ഇൻറ്റു v കൂടും. അപ്പൊ 100/100 എത്രയാ? 1v പ്ലസ് 1v എത്രയാ? 2v ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു നമ്മൾ മുമ്പ് കണ്ടത്. വെലോസിറ്റി ബിക്കംസ് ഡബിൾ എന്നുള്ളതിന് പകരം ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 100%. എങ്ങനെയാ ഞാൻ എഴുതിയത്? v ഇനീഷ്യൽ ഈക്വൽ ടു v, v ഫൈനലോ ആദ്യമുള്ള v പ്ലസ് അയൽക്ക് അതിന്റെ തന്നെ 100% കൂടും എന്നുള്ളത് എങ്ങനെ എഴുതുക? 100/100 ഇൻറ്റു v ഈക്വൽ ടു 2v. അങ്ങനെയാണെങ്കിൽ നോക്കൂ, KE കൈനറ്റിക് എനർജി ആണല്ലോ ക്വസ്റ്റ്യൻ. KE ഈക്വൽ ടു 12 mv². ഇത് ഇനീഷ്യൽ വാല്യൂ ആണ്. ഫൈനൽ വാല്യൂ കാണുമ്പോ KE ഫൈനൽ ഈക്വൽ ടു 12 m ഇൻറ്റു വിന്റെ അവിടെ എത്ര കൊടുക്കും? 2v കൊടുക്കുക.
അപ്പോ 2v ഹോൾ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ചെയ്തത് 2ന്റെ സ്ക്വയർ ഇടുക. 2ന്റെ സ്ക്വയർ 4 ആണ്. ഇൻറ്റു ബാക്കിയുള്ളത് എഴുതി നോക്കുക. ഹാഫ് എം വി സ്ക്വയർ ആണ്. ആരാ ഹാഫ് എം വി സ്ക്വയർ? കെ ഇ. അത് ഇനീഷ്യൽ വാല്യൂ ആണ്. അപ്പോ 4ke എന്ന് എഴുതാം. കിട്ടി. ഫൈനൽ എത്രയാ? 4ke. ഇനീഷ്യൽ എത്രയാ? ke. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ke ഈക്വൽ ടു ഫൈനൽ 4ke മൈനസ് ഇനീഷ്യൽ ke ബൈ ഇനീഷ്യൽ ke into 100 equal to 4ke minus ke 3ke by ke കട്ട് ചെയ്ത് പോയി. ലാസ്റ്റ് ആൻസർ കിട്ടും 300%. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. പ്ലസ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. മൈനസ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യനിൽ തന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് തന്നിട്ട് മറ്റൊരു പെർസെൻറ്റേജ് ഇൻക്രീസ് കാണുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അതേപോലത്തെ 8ാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പ്രവേശിച്ചാൽ, മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 200%. ഇൻക്രീസസ് ഡബിൾ ആവുന്നു, ട്രിപ്പിൾ ആവുന്നു എന്നുള്ളതിന് പകരം ഇൻക്രീസസ് ബൈ 200%. അങ്ങനെ തന്നിട്ട് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോ കൈനറ്റിക് എനർജിയുടെ മൊമെന്റവുമായി ബന്ധപ്പെട്ട ഇക്വേഷനെ എഴുതാവൂ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് വരിക p²/2m. കൈനറ്റിക് എനർജിയുടെ മറ്റൊരു ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതിയാൽ അത് ഇനീഷ്യൽ വാല്യൂ ആണ്. ഇനി ആ ഇനീഷ്യൽ മൊമെന്റം പി ആണ്. ഫൈനൽ മൊമെന്റം ഇൻക്രീസസ് ബൈ 200%. ഞാൻ ആദ്യം ഫൈനൽ മൊമെന്റം എത്രയാന്ന് കാണുകയാണ്. പി ഫൈനൽ ആണ് ആദ്യം കാണുന്നതെങ്കിൽ പി ഇനീഷ്യൽ എത്രയാ? പി അതാണ് ഇവിടെ കൊടുത്തത്. ആ പിയിലോട്ട് ഇനിയും 200% കൂട്ടണമെങ്കിൽ 200% കൂട്ടി 200%ന് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ആദ്യത്തത് പി. അപ്പൊ നമുക്ക് പി പ്ലസ് 2p എന്ന് പറഞ്ഞാൽ 3p ആണ് ഫൈനൽ മൊമെന്റം എന്ന് കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. 200/100 ഇൻറ്റു പി. ആ ഭാഗമാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് 3p ആണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഫൈനൽ ആണ് കാണേണ്ടത്. പക്ഷേ കെ ഇ ആണ് ഇനീഷ്യൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ ഇ ഫൈനൽ ഈക്വൽ ടു p²/2m പി. അതെത്രയാവണം? 3p. ഇതാണ് ഇനീഷ്യൽ. അപ്പോ 3p ഹോൾ സ്ക്വയർ ബൈ 2m. ഇനി ഞാൻ എന്താ ചെയ്യുന്ന രീതികൾ നിങ്ങൾ നോക്കണം. 3യുടെ സ്ക്വയർ എടുക്കും, അത് 9 ഇൻറ്റു p²/2m. ആരാണ് p²/2m? അത് ഇനീഷ്യൽ ആണ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ എഴുതും 9ke. ആരാണ് ke ഇനീഷ്യൽ? അത് ke ആണ്. ആരാണ് ke ഫൈനൽ? അത് 9ke ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
പെർസെൻറ്റേജ് ചേഞ്ച് നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇതാണല്ലോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇതാണ് ഫൈനൽ. ആരാ? 9ke മൈനസ് ഇനീഷ്യൽ ആരാ? ke ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ke ആണ് ഇൻറ്റു 100 ഈക്വൽ ടു 9 മൈനസ് ke 9ke മൈനസ് ke 8ke ആണ് ബൈ ke. അപ്പൊ നമുക്ക് 8 ഇൻറ്റു 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ 800% എന്നാണ് ആൻസർ കിട്ടുക. അത് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ്. അപ്പോ ഇൻക്രീസ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം. പെർസെൻറ്റേജ് തന്നെയാണ് ആദ്യം ക്വസ്റ്റ്യനിൽ തരുന്നത്. അതിലെ വ്യത്യാസങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 300%. ആദ്യമുള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് 300%ഉം കൂടെ കൂടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് കാണണം. അപ്പോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു mv. അതല്ല ഇക്വേഷൻ. അത് ശ്രദ്ധിക്കണം. നമുക്ക് കൈനറ്റിക് എനർജി ഉൾപ്പെടുന്ന ഇക്വേഷൻ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ഓർക്കുക. P ഈക്വൽ ടു √2m ഇൻറ്റു ke. മൊമെന്റത്തിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് √2m ഇൻറ്റു ke. ശ്രദ്ധിക്കണം. ഇത് എവിടുന്നാ വന്നത്? കൈനറ്റിക് എനർജി ഈക്വൽ ടു p² ബൈ 2m. അതിൽ നിന്ന് റൂട്ട് എടുത്തിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇനീഷ്യൽ മൊമെന്റം കിട്ടി √2m ഇൻറ്റു ke ആണ്. ആ ke ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി ആദ്യം കിട്ടണം. ke ഫൈനൽ ഈക്വൽ ടു ആദ്യമുള്ള കൈനറ്റിക് എനർജി ke ആണ് പ്ലസ് എത്ര പെർസെൻറ്റേജാ കൂടിയത്? 300% കൂടി. എങ്ങനെയാ 300% കൂടി എന്ന് എഴുതുക? 300/100 ഇൻറ്റു ke. അങ്ങനെയാണെങ്കിൽ ke പ്ലസ് 3ke ഈക്വൽ ടു 4ke എന്നാണ് ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടുക. അത് ഉപയോഗിച്ചിട്ട് ഫൈനൽ മൊമെന്റം ആണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ P ഫൈനൽ കാണാൻ പോവുക. P ഫൈനൽ ഈക്വൽ ടു മൊമെന്റത്തിന്റെ ഏത് ഇക്വേഷനാ ഉപയോഗിച്ചത്? √2m ഇൻറ്റു ke. മാസ് മാറുന്നില്ല. കൈനറ്റിക് എനർജി ഫൈനൽ ആവുന്നത് 4ke ആണ്. അപ്പൊ ഇവിടെ 4ke എന്ന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൽ ആരുടെ റൂട്ടാണ് ഞാൻ എടുക്കുക? ആരെ അതേപോലെ തന്നെ വെക്കണം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഞാൻ 4ന്റെ റൂട്ടാണ് എടുക്കുക. 4ന്റെ റൂട്ട് എടുത്താൽ 2 ഇൻറ്റു √2m ഇൻറ്റു ke. എന്തിനാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ വെച്ചത്? ഇതാരാണെന്ന് നമുക്കറിയാം. ഇനീഷ്യൽ മൊമെന്റം ആണെന്ന്. അപ്പൊ നമുക്ക് എഴുതാം ഫൈനൽ മൊമെന്റം ഈക്വൽ ടു 2p എന്ന് കിട്ടും. ഫൈനൽ മൊമെന്റം 2p കിട്ടി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം കാണുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. ഫൈനല് 2p ആണ്. 2p മൈനസ് ഇനീഷ്യൽ p ആണ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വീണ്ടും p ആണ്.
into 100 equal to 2p minus p, p ആണ്, p by p 1 ആണ്. ആൻസർ വരും 100%. ആൻസർ കിട്ടിയത് പോസിറ്റീവ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ആൻസർ വരിക. അപ്പോ പെർസെൻറ്റേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിലുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെറിയ മാറ്റങ്ങളോട് കൂടെ ഇതിലോട്ട് നമ്മൾ നോക്കിയാൽ, വെലോസിറ്റി ഓഫ് എ ബോഡി ഡിക്രീസസ്, ഇൻക്രീസസ് എന്നുള്ളതിന് പകരം ഡിക്രീസസ് ആണ്, ബൈ 30% ആണ്. പെർസെൻറ്റേജിലെ ചെറിയ മാറ്റങ്ങൾ നോക്കുക. 30%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം. ഏതിന്റെ പെർസെൻറ്റേജ് ചേഞ്ചാ കാണാൻ പറഞ്ഞത്? മൊമെന്റത്തിൻ്റെതാണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി നോക്കി. മൊമെന്റം ഈക്വൽ ടു എം വി. അതാണോ ഇക്വേഷൻ? ആണ്. എങ്ങനെ മനസ്സിലായി? ക്വസ്റ്റ്യനിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ആയിരുന്നെങ്കിൽ നമുക്ക് √2m × ke കൊടുക്കണമായിരുന്നു. ഇവിടെ വെലോസിറ്റി തന്നത് കൊണ്ട് ഇത് തന്നെയാണ് ഇക്വേഷൻ. ഇതിനെ ഞാൻ എഴുതി ഇനീഷ്യൽ വാല്യൂ. ഇനി ഇതിലെ മാറ്റം അറിയണമെങ്കിൽ വെലോസിറ്റിയുടെ ഫൈനൽ വാല്യൂ വേണം. ഡിക്രീസസ് ബൈ ആണ്. അപ്പൊ ഞാൻ ആദ്യം വി ഫൈനൽ ഈക്വൽ ടു ഇനീഷ്യൽ എത്രയാ? വി ആണ്. ഇതിൽ നിന്ന് കുറയാണോ കൂടുകയാണോ? കുറയാണ്. അപ്പൊ ഞാൻ നെഗറ്റീവ് കൊടുത്തു. മൈനസ് എത്ര പെർസെൻറ്റേജാ കുറഞ്ഞത്? 30%. അങ്ങനെയാണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വി കുറയും. 30/100 എന്നുള്ളത് 0.3 എന്ന് കിട്ടും. വി മൈനസ് 0.3 വി, അത് നമുക്ക് 0.7 വി എന്നാണ് കിട്ടുക. അപ്പോ വി മൈനസ് 0.3 വി ഈക്വൽ ടു 0.7 വി എന്നാണ് ആൻസർ വരിക. ഇതല്ല നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ കിടക്കുന്നത് മൊമെന്റത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പി ഫൈനൽ ഈക്വൽ ടു, നമ്മൾ മൊമെന്റത്തിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തത് എം വി ആണല്ലോ. ആ മാസ് മാറുന്നില്ല, വെലോസിറ്റി 0.7 വി ആയി മാറുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റം കിട്ടും 0.7 എം വി. ആരാണ് എം വി? അത് ഇനീഷ്യൽ മൊമെന്റമാണ്. അപ്പൊ എഴുതാം ഈക്വൽ ടു 0.7 പി. ഇനീഷ്യൽ മൊമെന്റം പി ആണ്. ഫൈനൽ മൊമെന്റം 0.7 പി ആണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് കാണണം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ എത്രയാണ്? 0.7 പി മൈനസ് ഇനീഷ്യൽ എത്രയാണ്? പി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എത്രയാണ്? പി ഇൻറ്റു 100 ഈക്വൽ ടു 0.7 പി മൈനസ് പി 0.3 പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100. ആ 0.3 മൈനസ് ഉണ്ടാവും. 0.7 പി മൈനസ് പി എന്ന് പറയുമ്പോൾ 1ൽ നിന്ന് 0.7 കുറച്ചതിൻ്റെ മൈനസ്, മൈനസ് 0.3 ഇൻറ്റു 100. അങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ആൻസർ വരും മൈനസ് 30%. എന്താണ് നെഗറ്റീവിന്റെ അർത്ഥം? പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്, ഇൻക്രീസ് അല്ല. അപ്പോ നെഗറ്റീവ് 30% ആണ് ആൻസർ കിട്ടിയത്. അപ്പൊ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് വെച്ച് തരുന്ന രീതിയും ഡബിൾ ആവുക ട്രിപ്പിൾ ആവുക എന്ന് പറയുന്ന രീതിയും രണ്ട് തരത്തിലാണ് നമ്മൾ എഴുതിയത്. ആ പറയുന്നതിനെ
എങ്ങനെ ഇക്വേഷൻസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മാറ്റി വെച്ചതായിരുന്നു. കാരണം ഇടയിൽ അതിൻ്റെ വന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ നിൽക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞതും ഓർത്തു വെക്കണം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം increases by 21%. Find the percentage change in time period. ആദ്യം സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാണ്. ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് L/G എന്നായിരുന്നു ഇക്വേഷൻ. ഇതിൽ ടി എന്ന് പറയുന്നത് ടൈം പീരിയഡും എൽ എന്ന് പറയുന്നത് ലെങ്ത്തും ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം ലെങ്ത് വേണം. ഫൈനൽ ലെങ്ത് എത്രയാണെന്ന് അറിയണം. ഇനീഷ്യൽ ലെങ്ത് എല്ലാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ലെങ്ത് എൽ പ്ലസ്. എന്തുകൊണ്ടാണ് പ്ലസ് വരാൻ കാരണം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻക്രീസസ് ബൈ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൽ പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണ്? 21%. 21% കൂടുന്നു എന്ന് പറഞ്ഞാൽ 21/100 ഇൻറ്റു എൽ കൂടും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വാല്യൂ നമ്മൾക്ക് കിട്ടുക എൽ ഫൈനൽ ഈക്വൽ ടു 21/100 എന്ന് പറഞ്ഞാൽ 0.21 എൽ ആണ്. എൽ പ്ലസ് 0.21 എൽ ഈക്വൽ ടു 1.21 എൽ ആണെന്ന് കിട്ടും. ഫൈനൽ ലെങ്ത് 1.21 എൽ ആണ്. പക്ഷെ ഫൈനൽ ലെങ്ത് അല്ല കാണേണ്ടത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ആയതുകൊണ്ട് ടൈം പീരിയഡ് ആണ് നമുക്കിനി ഫൈനൽ കാണേണ്ടത്. ഇവനായിരുന്നു ഇനീഷ്യൽ, ഇതായിരുന്നു ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ കാണാൻ നോക്കൂ. ടി ഫൈനൽ ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ ടൈം പീരിയഡിൻ്റെത്? 2π ഇൻറ്റു റൂട്ട് L/G. ആ എല് ഫൈനൽ ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ഫൈനൽ ലെങ്ത് 1.21 എൽ ആണ് ഡിവൈഡഡ് ബൈ ജി. ഇനി ഇതിൽ ആരെ ഞാൻ മാറ്റി നിർത്തും എന്ന് ചോദിച്ചാൽ റൂട്ടിനകത്തുള്ള 1.21 അതിൻ്റെ റൂട്ട് എടുക്കുക. 121 ആയിരുന്നെങ്കിൽ റൂട്ട് 11 ആണ്. 1.21ന്റെ റൂട്ട് 1.1 ആണ്. അപ്പോ 1.21ന്റെ റൂട്ട് 1.1 എന്ന് എഴുതിയാൽ ബാക്കി വരുന്നത് 2π ഇൻറ്റു റൂട്ട് L/G എന്നാണ്. 2π ഇൻറ്റു റൂട്ട് L/G ഇനീഷ്യൽ ടൈം പീരിയഡ് ആണ്. അപ്പൊ എനിക്ക് എഴുതാം 1.1 ടി എന്ന് കിട്ടും. ആരാണ് ടി? ആ ടി എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈം പീരിയഡ് ആണ്. അപ്പൊ ഇനീഷ്യൽ ടൈം പീരിയഡ് ടിയും ഫൈനൽ ടൈം പീരിയഡ് 1.1 ടിയുമാണ് കിട്ടിയത്. ഇനീഷ്യൽ ടി, ഫൈനൽ 1.1 ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് കാണണം. എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് കാണുക? കാണേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ആണ്. ഈക്വൽ ടു ഫൈനൽ എത്രയായിരുന്നു? ഫൈനല് 1.1 ടി മൈനസ് ഇനീഷ്യൽ എത്രയാ? ടി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ടി ആണ് ഇൻറ്റു 100 ഈക്വൽ ടു 1.1 ടി മൈനസ് ടി 0.1 ആണ്. 0.1 ടി ബൈ ടി, ടി കട്ട് ചെയ്തു പോകും. 0.1 ഇൻറ്റു 100 ഈക്വൽ ടു 10% എന്നാണ് ആൻസർ വരിക.
അപ്പോ 10% നമുക്ക് കിട്ടിയത് പ്ലസ് ആണ് ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് തൊട്ടടുത്തത് ഞാൻ പറയുന്നത്. ആ ആൻസറുകളും ഇതേപോലെ തന്നെ ചെയ്ത് മനസ്സിലാക്കണം. നോക്കൂ. ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻക്രീസസ് ബൈ 44%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ്. ലെങ്ത് ഇൻക്രീസസ് ബൈ 44% ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ എഴുതി. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷനിലെ ടൈം പീരിയഡ് 2π√L/g. ഇതിനെ നമ്മൾ കാണിക്കുന്നത് ഇനീഷ്യൽ വാല്യൂ ആണ്. ഇനീഷ്യൽ ടൈം പീരിയഡ് 2π√L/g എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ലെങ്ത്തിലെ മാറ്റം നമുക്ക് കിട്ടണം. എൽ ഫൈനൽ ലെങ്ത് ആണ് അറിയേണ്ടത്. ഇനീഷ്യൽ എത്രയാ? എൽ പ്ലസ്. എങ്ങനെയാ പ്ലസ് ആണെന്ന് മനസ്സിലായത്? ക്വസ്റ്റ്യനിൽ ഇൻക്രീസസ് എന്നുണ്ട്. എത്രയാ ഇൻക്രീസ് ചെയ്യുന്നത്? 44%. അപ്പോ 44/100 into L. അങ്ങനെയാണെങ്കിൽ 0.44 എന്ന് കിട്ടും. ടോട്ടൽ ആൻസർ വരിക 1.44 L ആണ് ഫൈനൽ ലെങ്ത് കിട്ടുക. അതുപയോഗിച്ചിട്ട് ഫൈനൽ ടൈം പീരീഡ് കാണാം. ടി ഫൈനൽ ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എല്ലിൻ്റെ അവിടെ മാറ്റമുണ്ട്, അത് 1.44 L ആണ്, ഡിവൈഡഡ് ബൈ ജി. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെ റൂട്ട് എടുക്കും? 1.44. 144 ആയിരുന്നെങ്കിൽ 144ന്റെ റൂട്ട് 12 ആണ്. അപ്പൊ 1.44ന്റെ റൂട്ട് 1.2 ആണ്. അങ്ങനെയാണെങ്കിൽ 1.2 ഇൻറ്റു 2π ഇൻറ്റു റൂട്ട് L/g എന്ന് കിട്ടും. പക്ഷേ ഈ 2π ഇൻറ്റു റൂട്ട് L/g ഇനീഷ്യൽ ടൈം പീരിയഡ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 1.2t എന്ന് എഴുതാം. ഇനീഷ്യൽ ടൈം പീരിയഡ് ടിയും ഫൈനൽ ടൈം പീരിയഡ് 1.2tയുമാണ് കിട്ടിയത്. ഇനീഷ്യൽ ടി, ഫൈനൽ 1.2t. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാണും? കണ്ടു നോക്കാം. ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇവിടെ താഴോട്ട് നോക്കൂ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ഈക്വൽ ടു ഫൈനല് 1.2t മൈനസ് ഇനീഷ്യല് ടി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ടി ഇൻറ്റു 100 ഈക്വൽ ടു 1.2t മൈനസ് ടി 0.2t എന്നാ കിട്ടുക. 0.2t ബൈ ടി 0.2 ഇൻറ്റു 100 20%. അപ്പൊ നോക്കൂ, പ്ലസ് ആണ് അവിടെ ആൻസർ. അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, പെർസെൻറ്റേജ് ഡിക്രീസ് അല്ല എന്നർത്ഥം വരും. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ അങ്ങോട്ട് ഈ 3 ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടെ പഠിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ അടുത്തത് നോക്കൂ. ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻക്രീസസ് ബൈ 69%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ്. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു നോക്കൂ. ടൈം പീരിയഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് L/g. ഇതാണ് ഇനീഷ്യൽ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലത്തിൽ എന്താണ് മാറ്റം വന്നതെന്ന് നോക്കാം. ലെങ്ത് 69% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഫൈനൽ ലെങ്ത് L ഫൈനൽ ഈക്വൽ ടു ഇനീഷ്യൽ എത്രയാ? L പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്.
അതിന്റെ കാരണം ഇൻക്രീസസ് ആണ്. അപ്പോ എൽ പ്ലസ് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 69% എന്ന് പറയുമ്പോ 69/100 ഇൻറ്റു എൽ. അങ്ങനെയാണെങ്കിൽ 0.69 എന്ന് വരും. അപ്പോ 1.69 L എന്നാണ് കിട്ടുക. ഇതാണ് ഫൈനൽ ലെങ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ആണ് വേണ്ടത്. അപ്പൊ ടി ഫൈനൽ ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് L/G. എല്ലിന്റെ അവിടെ മാറ്റമുണ്ട്. ആ എല്ല് ഫൈനൽ ഇതാണ് 1.69 L/G. വീണ്ടും നമുക്ക് റൂട്ട് എടുക്കണം. 13ന്റെ സ്ക്വയർ 169 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 169ന്റെ റൂട്ട് 13 ആണെങ്കിൽ 1.69ന്റെ റൂട്ട് 1.3 ആയിരിക്കും. അപ്പൊ ഇതിന്റെ റൂട്ട് വരിക 1.3 ആണ്. ബാക്കി ആരാ? 2π ഇൻറ്റു റൂട്ട് L/G. പക്ഷേ 2π ഇൻറ്റു റൂട്ട് L/G എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈം പീരിയഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ 1.3t എന്ന് പറയാം. ഇനീഷ്യൽ ടൈം പീരിയഡ് ടിയും ഫൈനൽ ടൈം പീരിയഡ് 1.3t പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ കാണാം? പെർസെന്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ഈക്വൽ ടു ഫൈനൽ 1.3t മൈനസ് ഇനീഷ്യൽ t divided by initial t into 100 equal to 1.3t minus t. അത് 0.3t ആണ്. 0.3t by t t പോവും. 0.3 into 100 equal to 30%. വീണ്ടും പോസിറ്റീവ് കിട്ടുന്നു. പോസിറ്റീവ് ആണെങ്കിൽ അർത്ഥം ആ പെർസെൻറ്റേജ് ഇൻക്രീസ് കൂടുന്നു. ഇൻക്രീസ് ആണ്, ഡിക്രീസ് അല്ല എന്നർത്ഥം. ഇനി പെർസെൻറ്റേജ് ചേഞ്ചിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ ഇവിടെ പറയുന്നു. ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് വെരി സ്മോൾ. നമ്മളോട് പെർസെൻറ്റേജ് ചേഞ്ച് 100% ഇൻക്രീസ് ചെയ്തു, 200% ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ചോദ്യത്തിൽ തരുന്ന പെർസെൻറ്റേജ് വളരെ ചെറുതാണെങ്കിൽ, വെരി സ്മോൾ, വളരെ ചെറുതാണെങ്കിൽ ഇതെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇത് വളരെ ചെറുതാണെങ്കിൽ ഉത്തരം കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പൊ അതേ നമ്മളെ മനസ്സിൽ നിൽക്കുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. വെരി സ്മോൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ 10%. ക്വസ്റ്റ്യനിൽ തന്ന പെർസെൻറ്റേജ് ചേഞ്ച് 10നേക്കാൾ കുറവാണെങ്കിൽ then ഞാനൊരു ഇക്വേഷൻ വെറുതെ പറയാം. a ഈക്വൽ ടു b റൈസ്ഡ് n എന്നാണ് ഒരു ഇക്വേഷൻ എങ്കിൽ, അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ a ഈക്വൽ ടു ഇവിടുത്തെ പവർ നോക്കുക. ആ പവർ n ആണെങ്കിൽ n ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബി ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന അത്രയും സ്റ്റെപ്പുകളിൽ ചെയ്ത് വന്നാലും ഇങ്ങനെ ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇങ്ങനെ ചെയ്യണമെങ്കിലുള്ള ഈ കണ്ടീഷൻ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറുതായിരിക്കണം. ചെറുതെന്ന് പറഞ്ഞാൽ അത് 10%നേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ഇക്വേഷൻ തരികയാണ്. a ഈക്വൽ ടു ബി റൈസ്ഡ് n ആണ് ഇക്വേഷൻ എങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ a ഈക്വൽ ടു n ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബി ആയിരിക്കും. n ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബി. ആരാണ് n? ബി എന്ന ആ ഇക്വേഷനിലെ പവർ ആണ് n വരിക. ഇത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ, റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസസ് ബൈ 2%. ആ ക്വസ്റ്റ്യനിൽ നോക്കുക, 2% എന്ന് പറയുന്നത് 10നേക്കാൾ കുറവാണ്.
അങ്ങനെ കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ. ഈ ഇക്വേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ കേട്ടത് കൊണ്ട് ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടതാണ്. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ നോക്കൂ, എങ്ങനെയാണ് ഒരു സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഇതില് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ കാണണമെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് എത്രയാണോ അതേ ഇൻറ്റു അതിൻ്റെ പവർ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പവർ 2 ആണ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് 2 ആണ് എന്ന് വേറെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഈക്വൽ ടു പവർ എത്രയാ 2 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ്. ആ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ 2 ഇൻറ്റു 2 ഈക്വൽ ടു 4% ആണ് ആൻസർ കിട്ടുക. ഈ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ലെസ് ദാൻ 10 ആയിരിക്കണം. ഇങ്ങനത്തെ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലും +1 ബന്ധപ്പെട്ട ഒട്ടനവധി എക്സാമിലുകളും നമ്മൾക്ക് ഈ പെർസെൻറ്റേജുകളുടെ ചേഞ്ച് കാണാവുന്നതാണ്. അപ്പോ ഇത് ഉപയോഗിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് എ സ്ഫിയർ ഇൻക്രീസസ് ബൈ 3%. ഫൈൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോള്യം. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് എ സ്ഫിയർ, അവിടെ നോക്കൂ, ഏരിയ അല്ല വോള്യമാണ്. വോള്യത്തിന് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പെർസെൻറ്റേജ് നോക്കൂ, 3% ആണ്. അത് ലെസ് ദാൻ 10 ആണ്. ലെസ് ദാൻ 10 ആണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മുന്നേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വോള്യത്തിന്റെ ഇക്വേഷൻ എഴുതുക. ഒരു സ്ഫിയറിന്റെ വോള്യത്തിന്റെ ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ആണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട വോള്യത്തിന്റെ ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോ ഇതൊന്നും അവിടെ പ്രശ്നമില്ല. മാറുന്ന ആള് റേഡിയസ് ആണ്, ആ റേഡിയസിന്റെ പവർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോള്യം ഈക്വൽ ടു പവർ എത്രയാ 3 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോള്യം ഈക്വൽ ടു പവർ 3 ആണ് ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് 3 ആണ് ക്വസ്റ്റ്യനില്. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 3 ഈക്വൽ ടു 9%. ഇതാണ് ആൻസർ വരിക. നോക്കൂ, വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 4%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ഇക്വേഷൻ ആണ്. അതിൽ തന്നെ ചോദ്യം കൈനറ്റിക് എനർജിയുടേതാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരിക കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m. ഇതാണ് ഇക്വേഷൻ വരിക. ഇതില് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു മൊമെന്റത്തിന്റെ പവർ 2 ആണ്. അത് മാത്രമല്ല പെർസെൻറ്റേജ് ചേഞ്ച് 4 ആണ്. ആ 4 ലെസ് ദാൻ 10 ആണ് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ എഴുതാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു എത്രയാ പവർ 2 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാ 4. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 8%. ഇതാണ് ആൻസർ വരിക. നേരത്തേതിനേക്കാൾ എത്രയധികം സ്റ്റെപ്പുകൾ കുറഞ്ഞു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് പെർസെൻറ്റേജ് വളരെ കുറവാണെങ്കിൽ
ചെയ്യാനുള്ള എളുപ്പ വഴി. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻക്രീസസ് ബൈ 6%. 6% ആണ്. അപ്പോ അത് ലെസ് ദാൻ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ്. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ 2π × √L/g. പവർ കിട്ടണം. റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പവർ എന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം. റൂട്ട് എന്ന് കണ്ടാൽ ആ പവർ 1/2 ആണ്. x² ആണെങ്കിൽ 2, x³ ആണെങ്കിൽ 3. അപ്പോൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 1/2, ക്യൂബ് റൂട്ട് ആണെങ്കിൽ 1/3. നോക്കൂ, എല്ലിന്റെ പവർ 1/2 ആണ്. അതുകൊണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരിയഡ് ഈക്വൽ ടു പവർ എത്രയാ? 1/2 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാ? 6 ഈക്വൽ ടു 3% എന്നാണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ചെറിയ പെർസെൻറ്റേജുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ +1 പല ചാപ്റ്ററുകളിലും വരുന്ന ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇതിനോട് കൂടെ നിങ്ങൾക്ക് തരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൻ്റെ തിയറി പേപ്പർ നോക്കിയിട്ട് വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. നന്ദി.